പണ്ട് കാലം മുതൽക്കേ മനുഷ്യനെ അലട്ടുന്ന വലിയൊരു സമസ്യയാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ തന്നെ അത് ഇന്നും അതേ അവസ്ഥയിൽ തന്നെ ദുരൂഹതയായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയത്തിൽ വിവിധ മതങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങളാണുള്ളത്. ചില മതങ്ങളുടെ വിശ്വാസപ്രകാരം മരണത്തിന് ശേഷം മരണമില്ലാത്ത മറ്റൊരു ജീവിതം ഉണ്ടെന്ന് വരെ വാദമുണ്ട്. എന്നാൽ ഇതിൽ തന്നെ ഒട്ടനവധി ശാസ്ത്ര പരീക്ഷണങ്ങളും പഠനങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള തീരുമാനമൊന്നും ആയിട്ടുമില്ല. പക്ഷേ ഇത് സംബന്ധിച്ചിട്ട് നാസയുടെ മുൻ ഗവേഷകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണവും വളരെയധികം ശ്രദ്ധേയമാണ് എന്നുള്ളതാണ്. നാസയുടെ തന്നെ റോക്കറ്റ് ശാസ്ത്രജ്ഞനായിട്ടുള്ള വെൻഹർ ബ്രൗൺ പറയുന്നത് അദ്ദേഹം മരണാനന്തര ജീവിതത്തിലും ദൈവത്തിലും എല്ലാം തന്നെ വിശ്വസിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ദ തേർഡ് ബുക്ക് ഓഫ് വേർഡ്സ് ടു ലൈവ് ബൈ എന്ന പുസ്തകത്തിൽ അദ്ദേഹം അത് വളരെയധികം വിശദമായിട്ട് വിശദീകരിക്കുന്നുമുണ്ട്. ദൈവമെന്ന് പറയുന്നത് ഇല്ല എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ശാസ്ത്രവാദികളും ഉണ്ട്, അതേപോലെ തന്നെ ഉണ്ട് എന്ന് വാദിക്കുന്ന മതവാദികളും ഉണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ഭൗതിക സംവാദങ്ങൾ ഈ സമീപകാലത്ത് വളരെയധികം കൂടി വന്നിട്ടുമുണ്ട്. പലപ്പോഴും കൂടുതൽ രാഗി മിനുസപ്പെടുത്തിയിട്ടുള്ള വാദങ്ങൾ ഉയർത്തുന്ന ശാസ്ത്രവാദികൾക്ക് മുന്നിൽ ദൈവവും ആത്മാവും മരണാനന്തര ജീവിതവും എല്ലാം തന്നെ ഉണ്ടെന്ന് വാദിക്കുന്ന മതവാദികൾ കീഴടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണാനാവുക. ശാസ്ത്രജ്ഞനായിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിങ് മുതൽ അതായത് സർ റിച്ചർഡ് ഡോക്കിൻസ് വരെയുള്ള ആളുകൾ പറയുന്നത് മതവാദികളുടെ വാദങ്ങൾ തള്ളിക്കളയുന്നു എന്നുള്ളതാണ് അവർ. എന്നാൽ നാസയുടെ റോക്കറ്റ് ശാസ്ത്രജ്ഞനായിട്ടുള്ള വെൻഹർ ബ്രൗൺ അദ്ദേഹം തൻ്റെ ഒരു ആശയപ്രകാരം പറയുന്നത് താൻ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നുവെന്നും അതിൻ്റെ വാദവുമായിട്ട് അദ്ദേഹം എത്തിയിരുന്നു എന്നുള്ളതുമാണ്. ബ്രൗൺ എന്ന് പറയുന്ന ഈ ശാസ്ത്രജ്ഞൻ്റെ കരുത്തിലാണ് അമേരിക്ക അന്നത്തെ കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ മേൽ ബഹിരാകാശ മേധാവിത്വം തന്നെ നേടിയത്. അദ്ദേഹത്തിൻ്റെ ദ തേർഡ് ബുക്ക് ഓഫ് വേർഡ്സ് ടു ലൈവ് ബൈ എന്ന പുസ്തകത്തിൽ റോക്കറ്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ബ്രൗൺ പറയുന്നത് പ്രപഞ്ചത്തിലെ തത്വങ്ങൾ പ്രകാരം ദൈവവും മരണാനന്തര ജീവിതവും ഉണ്ടെന്ന് തെളിയിക്കുന്നു എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ നിന്നും ഒന്നും തന്നെ പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നില്ല. അതിനാൽ തന്നെ മനുഷ്യൻ്റെ ആത്മാവ് പൂർണ്ണമായിട്ടും അനശ്വരമാണെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ബ്രൗൺ പറയുന്നത് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് ധാർമ്മികമായിട്ടുള്ള ഒരു ശക്തി പകരുന്നതും അത് കൂടുതൽ സന്മാർഗികമായിട്ടുള്ള ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നതുമാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. നമ്മുടെ ഈ പുത്തൻ ലോകത്ത് പല ആളുകളും കരുതുന്നത് ശാസ്ത്രം എങ്ങനെയോ മതപരമായിട്ടുള്ള ആശയങ്ങളെ പൂർണ്ണമായിട്ടും കാലഹരണപ്പെടുത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ മനുഷ്യരും കരുതുന്നത്. എന്നാൽ താൻ അങ്ങനെ കരുതുന്നില്ല എന്നുള്ളതാണ് ബ്രൗൺ പറയുന്നത്. ശാസ്ത്രം എന്ന് പറയുന്നത് അവിശ്വാസികൾക്ക് ഒരു സർപ്രൈസായി കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന് ശാസ്ത്രം പറയുന്നത് ലോകത്തുള്ള ഒന്നിനും ഒരു ചെറിയ കണികയ്ക്ക് പോലും ഒരടയാളവും ബാക്കി വയ്ക്കാതെ അപ്രത്യക്ഷമാകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ശാസ്ത്രം വ്യക്തമാക്കുന്നത്. എന്ന് വെച്ചാൽ ഒരല്പനേരം നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കൂ, അതിനുശേഷം ജീവിതത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ചിന്തകൾ മാറി മറിയും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒന്നിനും ഒരു അടയാളവും ബാക്കി വയ്ക്കാതെ അപ്രത്യക്ഷമാകുന്നതല്ല ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിൽ എന്നുള്ളതാണ് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് ബ്രൗൺ വെളിപ്പെടുത്തുന്നത്. പ്രകൃതിയിൽ ശരിക്കും പറഞ്ഞാൽ നാമാവശേഷമാകൽ എന്നൊരു പ്രക്രിയയില്ല, രൂപാന്തരീകരണം മാത്രമേ നടക്കുന്നുള്ളൂ. ദൈവം ഈ പ്രവൃത്തികളെല്ലാം തന്നെ ഈ പ്രാഥമികമായിട്ടുള്ള ഈ തത്വം തൻ്റെ ലോകത്തിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗത്ത് പോലും നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള രൂപമായിട്ടുള്ള മനുഷ്യൻ്റെ ആത്മാവിനെ അത് എങ്ങനെ ഒഴിവാക്കുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ശാസ്ത്രം എന്ന് പറയുന്ന ഒരു വലിയ ബൃഹത്തായിട്ടുള്ള സംരംഭം, അതിൽ ശാസ്ത്രം തന്നെ നമ്മളെ പഠിപ്പിച്ചതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് മരണത്തിന് ശേഷം ആത്മാവ് തുടർന്നും ജീവിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് ബലപ്പെടുത്തുന്നത്. ഒന്നിനും ഒരടയാളം പോലും വയ്ക്കാതെ നശിക്കാനാവില്ലെന്നും ബ്രൗൺ എന്ന് പറയുന്ന ആ റോക്കറ്റ് ശാസ്ത്രജ്ഞൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ബ്രൗൺ എന്ന് പറയുന്ന ആ റോക്കറ്റ് ശാസ്ത്രജ്ഞൻ മുൻ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ വാക്കുകളും ഉദ്ധരിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ആത്മാവ് നശിക്കുന്നില്ലെന്നും ഈ ജീവിതത്തിലെ ചെയ്തികളെല്ലാം തന്നെ പരിഗണിച്ച് മറ്റൊരു ജീവിതത്തിലെ നീതി ലഭിച്ചുകൊണ്ട് തന്നെ അത് ജീവിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ബെർലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിരുദമെടുത്ത ബ്രൗൺ നാസികളുടെ ജർമ്മനിക്ക് വേണ്ടിയിട്ട് വിനാശകാരികമായിട്ടുള്ള ഒരു B2 എന്നുള്ള റോക്കറ്റ് തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. യുദ്ധകാലത്തിന് ശേഷം അമേരിക്കക്കാർ അദ്ദേഹത്തെ US ആർമി ബാലിസ്റ്റിക് പ്രോഗ്രാമിൻ്റെ ഡയറക്ടറാക്കി മാറ്റുകയായിരുന്നു. പിന്നീട് അദ്ദേഹം 1955 അമേരിക്കൻ പൗരനാകുന്നത് തന്നെ.
തുടർന്നാണ് അദ്ദേഹം തുടർന്ന് രൂപീകരിച്ചിട്ടുള്ള നാസയിലേക്ക് അദ്ദേഹം ട്രാൻസ്ഫറായിട്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ്. ഒരു അതീത ശക്തിയിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കുന്ന ഏക ശാസ്ത്രജ്ഞനല്ല ബ്രൗൺ എന്ന് പറയുന്നയാൾ. ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ടുള്ള കെന്നിത്ത് മില്ലർ പറയുന്നത്, മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ അവർ നോക്കുന്നത് ശാസ്ത്രത്തിനെ ഇനിയും വിശദീകരിക്കാൻ കഴിയാത്ത ഇടങ്ങളിലേക്കാണ് അവർ നോക്കിക്കാണുന്നത്. എന്നാൽ ഇതിൽ തന്നെ പല ശാസ്ത്രജ്ഞന്മാരും നോക്കുന്നത് ശാസ്ത്രം കണ്ടെത്തുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് അവരെല്ലാവരും തന്നെ നോക്കിക്കാണുന്നത്. എന്നാൽ തിയററ്റിക്കൽ ഫിസിസ്റ്ററായിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നത് കമ്പ്യൂട്ടറിനെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്നത് പോലെയാണ് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ്, മരണത്തിന് ശേഷം സ്വർഗം എന്നൊരു സംഭവമേ ഇല്ല, അതൊരു കെട്ടുകഥയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം ഏതാണ്ട് 49 വർഷക്കാലം മരണത്തെ കാത്ത് ജീവിച്ചയാളാണ്. അദ്ദേഹത്തിന് മരണത്തെ ഭയമില്ലായിരുന്നു. അതായത് അദ്ദേഹം പറയുന്നത്, ജീവിക്കുന്നിടത്തോളം താൻ ജീവിക്കട്ടെ, എനിക്ക് മരണത്തെ ഒരിക്കലും ഭയപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പല വാദങ്ങളിലും ഉയർത്തി പറഞ്ഞിട്ടുള്ള കാര്യം. മനുഷ്യൻ്റെ തലച്ചോറിനെ ഒരു കമ്പ്യൂട്ടറായിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ആ കമ്പ്യൂട്ടറിൻ്റെ ഘടകഭാഗങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കും എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറുകൾക്ക് സ്വർഗവും മരണാനന്തര ജീവിതവുമില്ല. അതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ തലച്ചോറായിട്ടുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള പോകുന്ന കോസ്മിക് എനർജിക്കും സ്വർഗവും നരകവും എന്ന ഒരു അവസ്ഥയൊന്നും തന്നെ ഇല്ല, ആവാസ വ്യവസ്ഥകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇരുളിനെ പേടിക്കുന്നവർക്കുള്ള ഒരു കെട്ടുകഥ മാത്രമാണ് അദ്ദേഹം ഹോക്കിങ് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഏതാണ്ട് 2018 അദ്ദേഹം മരിക്കുന്നത്.